In this video, we are going to discuss about the topic what is mean by a group, what is a point group, and what are the different representation we are used to represent a point group. Okay, so first we can define what is mean by a group. According to mathematical concept, a group is defined as any set or collection of elements which obey a certain set of mathematical rules and are related to each other by certain റൂൾസ്. ഇപ്പം ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, പോയിന്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രൂപ്പ് തിയറി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ് ആണെന്നുള്ളതിൽ. അപ്പോൾ ഒരു മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ് പ്രകാരം ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? A group is defined as a set or collection of elements which obey certain rules. ഈ റൂൾ ഒബേ ചെയ്യണ സെറ്റ് ഓഫ് എലമെന്റ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫാമിലി തന്നെ, ഇപ്പൊ നമ്മുടെ ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുണ്ട്, നമ്മുടെ പാരൻസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ പാരൻസിന്റെ പാരൻസും ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഇവർ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ട് അല്ലെ? ഇപ്പൊ നമ്മുടെ ഗ്രാൻഡ് പാരൻസിന്റെ റിലേഷൻ ആണ് എന്ത്? നമ്മുടെ പാരൻസ് എന്ന് പറയുന്നത്. നമ്മുടെ പാരൻസിന് നമുക്കായിട്ട് റിലേഷൻ ഉണ്ട്. അപ്പൊ അവർ തമ്മിലൊരു റിലേഷൻ ഉണ്ടായിരിക്കും. അപ്പൊ ആ റിലേഷൻ ഉള്ളവരെയാണ് നമ്മൾ എന്തായാലും ഒരു ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ് പ്രകാരം ഒരു ഗ്രൂപ്പ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ചുമ്മാ കുറെ എലമെന്റ്സിനെ കൂടി എടുത്ത് അതിന്റെ ഒരു കളക്ഷൻ നമുക്ക് ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ എന്ത് വേണം? ആ എലമെന്റ്സ് ചില റൂൾസുകൾ ഒബേ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് അതിനെ എന്തെന്ന് വിളിക്കാൻ പറ്റുള്ളൂ? നമുക്ക് അതിനൊരു ഗ്രൂപ്പ് എന്ന് വിളിക്കാനായിട്ട് പറ്റുള്ളൂ. സോ അപ്പോൾ എന്തൊക്കെ റൂൾസ് ആണ് ഒബേ ചെയ്യേണ്ടത് അക്കോർഡിംഗ് ടു മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ്? ഒരു മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ് പ്രകാരം ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എ കളക്ഷൻ ഓഫ് എലമെന്റ്സ് ആയിരിക്കണം. ആൻഡ് ദേ ഷുഡ് ഒബേ സർട്ടൻ സെറ്റ് ഓഫ് റൂൾസ്. ആൻഡ് ദീസ് റൂൾസ് ആർ ഫസ്റ്റ് വൺ ക്ലോഷർ റൂൾ, സെക്കൻഡ് വൺ അസോസിയേറ്റീവ് റൂൾ, തേർഡ് വൺ ഐഡന്റിറ്റി റൂൾ, ആൻഡ് ഫോർത്ത് വൺ ഇൻവേഴ്സ് റൂൾ. അപ്പോൾ ഈ 4 റൂൾ ഒബേ ചെയ്താൽ മാത്രമേ നമുക്ക് ആ കളക്ഷൻ ഓഫ് എലമെന്റ്സിന് എന്തെന്ന് വിളിക്കാൻ പറ്റുള്ളൂ? ഒരു ഗ്രൂപ്പ് എന്ന് വിളിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ആ 4 റൂൾസ് എന്ന് നോക്കാം. ഫസ്റ്റ് റൂൾ എന്താ പറഞ്ഞത്? ക്ലോഷർ റൂള്. അപ്പൊ എന്താണ് ക്ലോഷർ റൂൾ എന്ന് നമുക്ക് നോക്കാം. എന്താണ് ക്ലോഷർ റൂൾ എന്ന് വെച്ചാൽ ദ പ്രോഡക്റ്റ് ഓഫ് എനി 2 elements in the group as well as the square of each element must be an element of the group. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ദ കോമ്പിനേഷൻ ഓഫ് 2 elements must yield another element of the same group. Suppose if we are considering a set of elements and A and B are 2 elements in that particular group, and the product of that 2 elements A into B, we get another element C. Then the C must be one of the element of that particular group. Then only these 3 elements A, B and C are considered in the same group. ഓക്കെ, അപ്പോൾ എ ഇൻറ്റു ബി നടത്തുമ്പോൾ നമുക്ക് സി എന്ന് പറഞ്ഞൊരു എലമെന്റ് കിട്ടാണ്. പക്ഷെ സി എന്ന് പറയുന്ന എലമെന്റ് എന്തായിരിക്കണം? ആ ഗ്രൂപ്പിൽ ഓൾറെഡി ആ ഗ്രൂപ്പിലെ എലമെന്റ് ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റുള്ളൂ? വി ക്യാൻ സെറ്റ് ദാറ്റ് പെർട്ടിക്കുലർ എലമെന്റ്സ്. ഏത്? എ, ബി ആൻഡ് സി ആർ പ്രസന്റ് ഇൻ എ പെർട്ടിക്കുലർ ഗ്രൂപ്പ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് എ ഇൻറ്റു ബി നടത്തുമ്പോൾ സി കിട്ടാം. ഇനി ബി ഇൻറ്റു എ നടത്തുമ്പോൾ സി കിട്ടണം എന്ന് നിർബന്ധമില്ല. ഇനി ഇപ്പൊ ബി ഇൻറ്റു എ ബി ഇൻറ്റു എ ചെയ്യുമ്പോൾ നമുക്ക് സി കിട്ടിയാൽ എന്ത് നമുക്ക് പറയാം? ബോത്ത് എ ആൻഡ് ബി ആർ കമ്മ്യൂട്ട് വിത്ത് ഈച്ച് അതർ എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ എയും ബിയും കമ്മ്യൂട്ട് ചെയ്യണം എന്ന് നിർബന്ധമില്ല. അപ്പൊ ഗ്രൂപ്പിലെ എലമെന്റ്സുകൾ നോൺ കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കാം. കമ്മ്യൂട്ടേറ്റീവ് ആവാം, പക്ഷെ നോൺ കമ്മ്യൂട്ടേറ്റീവ് ആയതുകൊണ്ട് അതൊരു ഗ്രൂപ്പിലെ എലമെന്റ്സ് ആയിരിക്കില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല. ഇപ്പൊ സപ്പോസ് നമ്മൾ ബി ഇൻറ്റു സി ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഡി ആണ് കിട്ടിയതെന്ന് വിചാരിക്കാം. സപ്പോസ് ഇഫ് വി ഗെറ്റ് ബി ഇൻറ്റു ഡി, വി ഗെറ്റ് ദ വാല്യൂ ആസ് ഡി എന്നാണ് നമുക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? എയും ബിയും then d എന്തായിരിക്കണം? d also should be another element of that particular element. Then we can say that both a, b, c and d are the elements of that particular group. And this rule is known as what? Closure rule. ഇനി ഇത് മാത്രമല്ല, ഇപ്പൊ നമുക്ക് സപ്പോസ് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു ബി എന്ന് കിട്ടിയതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ദെൻ ബി എന്ന് പറയുന്നത് ആ പെർട്ടിക്കുലർ ഗ്രൂപ്പിലെ എലമെന്റ് ആണെന്നുണ്ടെങ്കിൽ ബോത്ത് ആൻഡ് എ ആൻഡ് ബി ആർ വാട്ട് എലമെന്റ്സ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഗ്രൂപ്പ്. സോ ദാറ്റ് ഇസ് വാട്ട് ക്ലോഷർ റൂൾ. അപ്പൊ എന്താ ക്ലോഷർ റൂൾ പറയുന്നത്? പ്രോഡക്റ്റ് ഓഫ് എനി 2 elements in the group as well as the square of each elements must be an element of the group.
and this rule is known as what? Closure rule. ഞാൻ പറഞ്ഞ പോലെ the elements may be commute with each other and they may not be commute with each other. Commutative property is not a mandatory property for the formation of a group. Okay. Then the second one is associative law അല്ലെങ്കിൽ associative rule ഉണ്ടായിരിക്കണം. അപ്പോൾ associative rule എന്ന് വെച്ചാൽ എന്താ? A into B into C is equal to AB into Z. Okay. So അതായത് if A, B and C are three elements in a group, then the multiplication of A into B into C should be equal to AB into C. Then only we can consider that these three elements A, B and C are forming a particular group. Okay, then another one, identity rule. And that identity rule, there must exist a neutral element which leave the element of the group unchanged and commute with all other elements. ഇപ്പം എല്ലാ ഗ്രൂപ്പിലും ഏത് ഗ്രൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്താലും അവിടെ എന്തുണ്ടായിരിക്കണം? ഒരു ന്യൂട്രൽ എലമെന്റ് ഉണ്ടായിരിക്കണം. ആൻഡ് ദാറ്റ് പെർട്ടിക്കുലർ എലമെന്റ് കമ്മ്യൂട്ട് വിത്ത് ഓൾ അതർ എലമെന്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് എന്താ പറയുക, എ ഇൻറ്റു ഇ എന്ന് വിചാരിക്കുക. ഈ ഏതെങ്കിലും എലമെന്റ് ആയിക്കോട്ടെ, ഇതൊരു മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ്. ഞാൻ പറഞ്ഞത് ഇ എന്ന് പറയുന്നതാണ് ന്യൂട്രൽ എലമെന്റ്. അങ്ങനെയാണെങ്കിൽ എ ഇൻറ്റു ഇ എന്തായിരിക്കും? എ ആണ്. അപ്പം എന്താണ്? സോ ഹിയർ both A and E are element of that particular group. Then the fourth rule, there must exist an inverse element which be combination with the element itself yield the neutral element. For example, suppose we have an element A and its inverse element A inverse, then which then combines to get what? We definitely get the neutral element. Neutral element ഞാൻ അവിടെ ഓൾറെഡി പറഞ്ഞു, ഇ ആണെന്ന് പറഞ്ഞു. ന്യൂട്രൽ എലമെന്റ് കിട്ടുകയാണെങ്കിൽ എന്താ ഇതെന്ന് പറയാം? ബോത്ത് എ ആൻഡ് എ ഇൻവേഴ്സ് ആർ വോട്ട്? എ ഇൻവേഴ്സ് ആർ ദ എലമെന്റ്സ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഗ്രൂപ്പ്. ഇപ്പം ഈ 4 റൂൾസ് ഒബേ ചെയ്താൽ മാത്രമേ നമുക്കൊരു കളക്ഷൻ ഓഫ് എലമെന്റ്സിനെ ഒരു ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു മാത്തമാറ്റിക്കൽ തിയറീസ്. സോ വിച്ച് ആർ ദീസ് റൂൾസ്? ഫസ്റ്റ് വൺ, closure rule. Second one, associative rule. Third one, identity rule. And fourth one, inverse rule. Okay, so we are going to consider this rule. That means we said that a collection of elements can be considered as a group when it obey these rules. 4 rules നമ്മൾ പറഞ്ഞു. Closure rule, associative rule, inverse rule, അതുപോലെ തന്നെ identity rule. നമ്മളിതൊരു എക്സാമ്പിളിൽ കൺസിഡർ ചെയ്യാൻ പോവാണ്. വി ആർ ഗോയിങ് ടു കൺസിഡർ എൻ എക്സാമ്പിൾ വാട്ടർ മോളിക്യൂൾ വിത്ത് എലമെന്റ്. അപ്പോൾ വാട്ടർ മോളിക്യൂളിൽ ഏതൊക്കെ എലമെന്റ് ഉണ്ടെന്നുള്ളത് നമ്മൾ ഇതിനു മുമ്പ് പലവട്ടം പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. ഏതൊക്കെ എലമെന്റ്സ് ഉണ്ട്? ഐഡന്റിറ്റി എലമെന്റ് ഉണ്ട്, C2 ഓപ്പറേഷൻ ഉണ്ട്, സിഗ്മ XZ ഉണ്ട്, സിഗ്മ YZ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് വാട്ടർ മോളിക്യൂൾ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഗ്രൂപ്പിൽ പെടുന്നതാണെന്നാണ് നമ്മൾ പറയാൻ പോണത്. അപ്പൊ എന്താ ഒരു പോയിന്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാല്? ഇപ്പൊ നമ്മളെ ഓൾറെഡി ഗ്രൂപ്പ് എന്താന്ന് പറഞ്ഞു? മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ് പ്രകാരം കളക്ഷൻ ഓഫ് എലമെന്റ്സ് അല്ലെങ്കിൽ നമ്പേഴ്സ്. ഇപ്പോൾ എന്താ പറയുക, മാത്തമാറ്റിക്കൽ പ്രകാരം ഇപ്പം നാച്ചുറൽ നമ്പേഴ്സ് ഇറ്റ്സ് എ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പാണ്. അതുപോലെ തന്നെ ഇൻഡിജേഴ്സ് അത് വേറൊരു ഗ്രൂപ്പാണ്. ആൻഡ് ഓൾ ദീസ് ഗ്രൂപ്പ്സ് ഒബേസ് 4 റൂൾസ്: ക്ലോഷർ റൂൾ, അസോസിയേറ്റീവ് റൂൾ, ഐഡന്റിറ്റി റൂൾ ആൻഡ് ഇൻവേഴ്സ് റൂൾ. ദെൻ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് പോയിന്റ് ഗ്രൂപ്പ്? എന്താ ഈ പോയിന്റ് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ? So now we are taking this concept to the symmetry. Okay, so what is a point group? A point group is a collection of symmetry elements present in a molecule that obey the mathematical rules for the formation of group. എന്താണ് പോയിന്റ് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് സിമെട്രി എലമെന്റ്സ്, അതായത് ഡിഫറെന്റ് സിമെട്രി എലമെന്റ്സിന്റെ കളക്ഷൻ ആണ്. കളക്ഷൻ ഓഫ് സിമെട്രി എലമെന്റ്സ് പ്രസന്റ് ഇൻ എ മോളിക്യൂൾ. ഇപ്പൊ നമ്മളൊരു മോളിക്യൂൾ കൺസിഡർ ചെയ്താൽ അതിലുള്ള എല്ലാ സിമെട്രി എലമെന്റ്സുകളുടെയും കളക്ഷൻ എടുത്തിട്ട് നമുക്ക് അതിനൊരു ഗ്രൂപ്പായിട്ട് പറയാം. പക്ഷെ എപ്പോഴാ പറയാൻ പറ്റുള്ളൂ? വെൻ ഇറ്റ് ഒബേ ദ മാത്തമാറ്റിക്കൽ റൂൾ ഫോർ ദ ഫോർമേഷൻ ഓഫ് ഗ്രൂപ്പ്. അതായത് ആ സിമെട്രി എലമെന്റ്സ് എന്ത് ചെയ്തിരിക്കണം? ഇറ്റ് ഷുഡ് ഒബേ ദ മാത്തമാറ്റിക്കൽ റൂൾസ് ഫോർ ദ ഫോർമേഷൻ ഓഫ് ഗ്രൂപ്പ്. ഏതൊക്കെയാണ് മാത്തമാറ്റിക്കൽ റൂൾസ്? ക്ലോഷർ റൂൾ, അസോസിയേറ്റീവ് റൂൾ, ഐഡന്റിറ്റി റൂൾ ആൻഡ് ഇൻവേഴ്സ് റൂൾ. സോ നമുക്കിതൊന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം. ഇതുപോലെ തന്നെയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പോയിന്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് സിമെട്രി എലമെന്റ്സ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്നത് വാട്ടർ മോളിക്യൂൾ ആണ്. വാട്ടർ മോളിക്യൂളിന്റെ സിമെട്രി എലമെന്റ്സ് ഏതൊക്കെയാണ് നമുക്കറിയാം. ഐഡന്റിറ്റി ഉണ്ട്,
C2 ഉണ്ട് along the z axis, then sigma xz plane ഉണ്ട്, അതുപോലെ തന്നെ sigma yz plane ഉണ്ട്. So these are the 4 symmetry elements present in water molecule. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് എന്താ, ഈ 4 സിമെട്രി എലമെന്റ്സ് ഒരു ഗ്രൂപ്പ് ആണോ? ഗ്രൂപ്പ് ആണെങ്കിൽ എന്ത് വേണം, ഈ 4 റൂൾസ് ഒബേ ചെയ്യണം. അപ്പൊ നമ്മൾ ഫസ്റ്റ് റൂൾ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യാണ്. ഫസ്റ്റ് റൂൾ എന്താ പറയണത്, ക്ലോഷർ റൂൾ ആണ്. ക്ലോഷർ റൂൾ എന്താ പറയണത്, ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് എലമെന്റ്സുകൾ അല്ലെ, രണ്ട് സിമെട്രി എലമെന്റ്സുകളുടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കിട്ടണ അനദർ എലമെന്റ് എന്തായിരിക്കണം, ആ പെർട്ടിക്കുലർ ഗ്രൂപ്പിലെ എലമെന്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വാട്ടർ മോളിക്യൂള് ആണ് എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത്. ഇപ്പോൾ മോളിക്യൂളിന്റെ സ്ട്രക്ചർ നമ്മൾ H1 2 എന്ന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. സോ ഫസ്റ്റ് ഐ ആം ഡൂയിങ് ദ ഓപ്പറേഷൻ C2Z ഓപ്പറേഷൻ നടത്താം. അപ്പോൾ എന്താ സംഭവിക്കുക, വി ആർ ഗോയിങ് ടു റൊട്ടേറ്റ് ദ മോളിക്യൂളിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യണു. സോ വാട്ട് വിൽ ഹാപ്പൻ, H2 comes here and H1 comes here. Okay, then I am doing the operation sigma XZ. ഓക്കെ, സിഗ്മ XZ ഓപ്പറേഷൻ നടത്താണ്. അപ്പോൾ എന്താണ് സിഗ്മ XZ ഓപ്പറേഷൻ, ദിസ് ഈസ് മൈ മിറർ പ്ലെയിൻ. ഓക്കെ, XZ. സോ വാട്ട് വി ഹാവ്, വി ഗെറ്റ് എന്ത് തന്നെ കിട്ടും, ഐ എം ഗെറ്റിംഗ് H1 H2. ഓക്കെ, H1 H2. ഇപ്പോൾ സപ്പോസ് എൻ്റെ ഒറിജിനൽ മോളിക്യൂൾ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, H1 H2 ആണ്. സോ ഐ എം ഡൂയിങ് സിഗ്മ YZ ഓപ്പറേഷൻ. വാട്ട് ഈസ് YZ പ്ലെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് പാസ് ത്രൂ ദ ഓക്സിജൻ ആൻഡ് ബോത്ത് ദ ഹൈഡ്രജൻ. സോ വി ഗെറ്റ് ദ indistinguishable configuration as H1 and H2. That is what sigma YZ. So what we have is that we are doing the operation sigma C2Z followed by sigma Z. We have the product as sigma YZ. So is it obey closure property? നമ്മൾ എന്താ പറഞ്ഞത്, product of any two symmetry elements get another symmetry element which is another member of that particular group. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇതാണ് അല്ലേ, ഈ C2Z സിഗ്മ XZ സിഗ്മ YZ. ഇതൊരു ഗ്രൂപ്പ് ഫോം ചെയ്യുമോ എന്നാണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താ കാണുന്നത്, C2Zഉം സിഗ്മ XZഉം മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താണ്, സിഗ്മ YZ എന്ന് പറയുന്നത് വേറൊരു സിമെട്രി എലമെന്റ് ആണ്. It is the member of that particular group. So this indicates that these symmetry elements obey closure rule. Closure rule obey ചെയ്യുന്നത് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ അടുത്ത പ്രോപ്പർട്ടി എന്താ, അടുത്തത് ഞാൻ ഐഡന്റിറ്റി പറയാണ്. എന്താണ് നമ്മുടെ ഐഡന്റിറ്റി പ്രോപ്പർട്ടി, നമുക്കറിയാം എന്താണ് ഐഡന്റിറ്റി. അപ്പോൾ ഐഡന്റിറ്റി ഉണ്ട്. ഐഡന്റിറ്റി എന്ന് വെച്ചാൽ എന്താ നമ്മൾ പറഞ്ഞത്, ഏതെങ്കിലും ഒരു എലമെന്റിന്റെ കൂടെ നമ്മൾ എന്ത് നടത്താണ്, ഐഡന്റിറ്റി ഓപ്പറേഷൻ നടത്താണ് എന്ന് ഉണ്ടെങ്കിൽ, അതായത് ന്യൂട്രൽ എലമെന്റിന്റെ കൂടെ നമ്മൾ ഐഡന്റിറ്റി ഓപ്പറേഷൻ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം, ദാറ്റ് ആ പെർട്ടിക്കുലർ എലമെന്റ് റീജനറേറ്റ് ചെയ്യണം എന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതുപോലെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കി നോക്കാം. സോ ഐ എം ഡൂയിങ് ദ C2Z ഓപ്പറേഷൻ അലോങ് വിത്ത് ഐഡന്റിറ്റി. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ, സോ വി ആർ ഐഡന്റിറ്റി റൂൾ ഒബേ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനാണ് പോകുന്നത്. അപ്പോൾ ഐഡന്റിറ്റി റൂൾ എങ്ങനെയാണ് ഒബേ ചെയ്യണമെന്ന് നോക്കാം. സോ വി ഹാവ് C2. ഓക്കെ, C2Z ഈസ് doing with identity operation, it will be equal to what, എന്ത് തന്നെയായിരിക്കണം, C2Z തന്നെയായിരിക്കണം അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ വാട്ടർ മോളിക്യൂളിന് ആദ്യം തന്നെ നമ്മൾ C2Z ഓപ്പറേഷൻ നടത്തി, അതായത് H1 H2. അപ്പോൾ എന്താ, C2Z ഓപ്പറേഷൻ നടത്തുമ്പോൾ എന്ത് കിട്ടും, നമുക്കിത് പലവട്ടം അറിയാവുന്ന കാര്യമാണ്. സോ H2 കിട്ടി, H1 കിട്ടി. ഓക്കെ, ദെൻ ഇതിൽ ഞാൻ വീണ്ടും എന്താണ് ഐഡന്റിറ്റി ഓപ്പറേഷൻ നടത്തണം. ഐഡന്റിറ്റി ഓപ്പറേഷൻ എന്ന് വെച്ചാൽ എന്താ അർത്ഥം, ദാറ്റ് മീൻ ഡൂയിങ് നത്തിങ് എന്നാണ് അർത്ഥം. അപ്പോൾ അത് തന്നെ നമുക്ക് കിട്ടുള്ളൂ. ആൻഡ് ഇറ്റ് ഈസ് സിമിലർ ടു വാട്ട് C2Z. സോ ദിസ് വൺ ഓൾസോ ഒബേസ് വാട്ട്, ഐഡന്റിറ്റി റൂള്. ഓക്കെ, ദെൻ അടുത്തതാണ് നമ്മുടെ അസോസിയേറ്റീവ് റൂള്. അപ്പോൾ അസോസിയേറ്റീവ് റൂൾ എന്ന് വെച്ചാൽ എന്താ പറയണത്, അസോസിയേറ്റീവ് റൂൾ എന്ന് പറഞ്ഞാൽ ആസ് യു നോ, അസോസിയേറ്റീവ് റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്, A into B into C will be equal to what, AB into C ആയിരിക്കണം എന്നാണ് പറയണത്. ഓക്കെ, അപ്പോൾ നമ്മളിത് ചെയ്ത് നോക്കിയാൽ നമുക്ക് അറിയാനായിട്ട് പറ്റും. സോ വി ക്യാൻ ടേക്ക് ദ എക്സാമ്പിൾ. സോ ഐ എം ഡൂയിങ് ദ സിഗ്മ XZ, സിഗ്മ
YZ, sigma XZ, sigma YZ into C2Z. അപ്പോൾ സിഗ്മ XZ, സിഗ്മ YZ, C2Z will be equal to എന്തായിരിക്കും? സിഗ്മ XZ into സിഗ്മ YZ into C2Z. സോ നിങ്ങളിത് മോളിക്യൂളിൽ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ആദ്യം എന്ത് ചെയ്യണം? സിഗ്മ XZ നടത്തുക, സിഗ്മ YZ നടത്തുക, ഫോളോഡ് ബൈ C2Z. Okay, then you can also do sigma XZ followed by sigma YZ, then followed by C2Z. So finally we get the same result. Okay, same ആയിട്ടുള്ള indistinguishable ഇതാണ് നമുക്ക് കിട്ടുക. That indicates that all these elements obey associative rule. Then ഇനി എന്താ ഇൻവേഴ്സ് റൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻവേഴ്സ് എന്താന്ന് ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. എന്താണ് ഇൻവേഴ്സ്? എ ഇൻറ്റു എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ഇ ആയിരിക്കണം. അപ്പൊ നമുക്ക് ഇവിടെ ഉള്ളത് ഏതാണ്? C2 ആണ് അല്ലെ? C2ന്റെ ഇൻവേഴ്സ് ഏതാണ്? C2ന്റെ ഇൻവേഴ്സ് ഏതാ? C2 raised to 2 minus 1. That is what? C2ന്റെ ഇൻവേഴ്സ് ഏതാ? C2 തന്നെയാണ് ഇൻവേഴ്സ്. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ C2 ഓപ്പറേഷന്റെ കൂടെ വീണ്ടും C2 ഓപ്പറേഷൻ നടത്തിയാൽ നമുക്ക് എന്ത് കിട്ടണം? ഐഡന്റിറ്റി ഓപ്പറേഷൻ കിട്ടണം. വാട്ടർ മോളിക്യൂളിന്റെ കേസിൽ അത് ക്ലിയർ ആണ്, നിങ്ങൾക്കറിയാം. ഫസ്റ്റ് റൊട്ടേഷൻ നടത്തി കഴിഞ്ഞാൽ ജസ്റ്റ് H2 H1 അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ദെൻ അടുത്ത റൊട്ടേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഐഡന്റിറ്റി ഓപ്പറേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, ദാറ്റ് മീൻസ് C2 സ്ക്വയർ ഇസ് ഈക്വൽ ടു E. So this indicates that the collection of symmetry elements which is present in the water molecule obeys all these rules. ഏതൊക്കെ റൂൾസ് ആണ്? ക്ലോഷർ റൂൾ, അസോസിയേറ്റീവ് റൂൾ, ഐഡന്റിറ്റി റൂൾ ആൻഡ് ഇൻവേഴ്സ് റൂൾ. So this means that all these elements form a group. അപ്പോൾ നമുക്ക് എന്തെന്ന് പറയാം? വാട്ടർ മോളിക്യൂളിലുള്ള ഈ 4 സിമെട്രി എലമെന്റ്സും എന്ത് ചെയ്യുന്നുണ്ട്? ഫോം എ ഗ്രൂപ്പ് അക്കോർഡിംഗ് ടു obey the 4 mathematical rules. ഏതൊക്കെ? ക്ലോഷർ റൂൾ, അസോസിയേറ്റീവ് റൂൾ, ഐഡന്റിറ്റി റൂൾ ആൻഡ് ഇൻവേഴ്സ് റൂൾ. So we can say that the 4 symmetry elements which is present in the water molecule form a group. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഫാമിലി പോലെ തന്നെ, അതായത് നിങ്ങളുണ്ട്, നിങ്ങളുടെ പാരൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് ഉണ്ട്, ഇവിടെ എല്ലാം കൂടി എന്താണ്? ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഗ്രൂപ്പാണ് അല്ലേ? ആ ഗ്രൂപ്പിനെ നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? നിങ്ങളുടെ ഫാമിലിക്ക് ഒരു പേരുണ്ടായിരിക്കും. അങ്ങനെയാണ് നിങ്ങളുടെ ഫാമിലിനെ ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞത് വാട്ടറിലുള്ള 4 സിമെട്രി എലമെന്റ്സും കൂടി കളക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റും? നമുക്ക് അതിനൊരു ഗ്രൂപ്പ് എന്ന് വിളിക്കാനായിട്ട് പറ്റും. എപ്പോഴാണ് അത് ഗ്രൂപ്പ് എന്ന് വിളിക്കാൻ പറ്റുക? ഇഫ് ഓൾ ദ എലമെന്റ്സ് ഒബേ ദ റൂൾസ്, ക്ലോഷർ റൂൾ, അസോസിയേറ്റീവ് റൂൾ, ഐഡന്റിറ്റി റൂൾ ആൻഡ് ഇൻവേഴ്സ് റൂൾ. ഓക്കെ, അപ്പോൾ വാട്ടർ മോളിക്യൂളിലുള്ള എല്ലാ സിമെട്രി എലമെന്റ്സ്, അതായത് C2 സിഗ്മ XZ, സിഗ്മ YZ ഫോം എ പെർട്ടിക്കുലർ ഗ്രൂപ്പ്. ഇനി നമ്മൾ എന്ത് വേണം? ആ ഗ്രൂപ്പിന് നമുക്കൊരു പേര് കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് ആ ഗ്രൂപ്പിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഗ്രൂപ്പിന് പേര് കൊടുക്കുന്നതിന് മുമ്പ് വി ഹാവ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്രൂപ്പ്സ്. പല തരത്തിലുള്ള ഗ്രൂപ്പ്സുകൾ ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ ഫസ്റ്റ് ഗ്രൂപ്പ് ഈസ് ഫൈനൈറ്റ് ഗ്രൂപ്പ്. അപ്പൊ എന്താ ഈ ഫൈനൈറ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ? ഫൈനൈറ്റ് ഗ്രൂപ്പ്, അപ്പോൾ ഫൈനൈറ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ദ ഗ്രൂപ്പ് വിച്ച് ഹാവ് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് അല്ലെ? ടേമിൽ തന്നെ അറിയാം. അതായത് ആ ഗ്രൂപ്പിൽ സെർട്ടൻ നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ലിമിറ്റഡ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടായിരിക്കുള്ളൂ. എത്ര എലമെന്റ് ഉണ്ടാവും നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതിന് എക്സാമ്പിൾ ആണ് വാട്ടർ മോളിക്യൂള്. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, വാട്ടർ മോളിക്യൂള് ഞാൻ പറഞ്ഞു 4 സിമെട്രി എലമെന്റ്സ് ഉണ്ട്, C2 സിഗ്മ XZ, സിഗ്മ YZ, ആൻഡ് ദീസ് 4 സിമെട്രി എലമെന്റ്സ് ഫോം എ ഗ്രൂപ്പ്, പോയിന്റ് ഗ്രൂപ്പ്, ആൻഡ് ദാറ്റ് പോയിന്റ് ഗ്രൂപ്പ് ഈസ് നോൺ ആസ് C2V. എങ്ങനെയാണ് ആ പേര് വന്നതെന്നൊക്കെ ഉള്ളത് നമ്മൾ പിന്നീട് പറയാം. അപ്പൊ ഈ C2V എന്ന് പറയുന്ന ഒരു പോയിന്റ് ഗ്രൂപ്പാണ് ഇതിനുള്ളത്, വാട്ടർ മോളിക്യൂളിനുള്ളത്, അല്ലെങ്കിൽ വാട്ടറിൻ്റെതായ ഷേപ്പുള്ള എല്ലാ മോളിക്യൂൾസും ഉള്ളത് C2V പോയിന്റ് ഗ്രൂപ്പാണ്. ഒന്നുകൂടി പറഞ്ഞാൽ C2 സിഗ്മ XZ, സിഗ്മ YZ എലമെന്റുള്ള എല്ലാ സിമെട്രി എലമെന്റുകൾ വരുന്ന ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? C2V പോയിന്റ് ഗ്രൂപ്പ്. അതിവിടെ പറഞ്ഞു വന്നത് ഫൈനൈറ്റ് ഗ്രൂപ്പ് എന്താണെന്നാണ്. ഫൈനൈറ്റ് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ഇഫ് ദർ ഇസ് എ ഫൈനൈറ്റ് നമ്പർ ഓഫ് സിമെട്രി എലമെന്റ്, സോ ദാറ്റ് പെർട്ടിക്കുലർ ഗ്രൂപ്പ്സ് ആർ നോൺ ആസ് ഫൈനൈറ്റ് ഗ്രൂപ്പ്. അതിന് എക്സാമ്പിൾ ആണ് C2V പോയിന്റ് ഗ്രൂപ്പ്. അതുപോലെ തന്നെ C3V പോയിന്റ് ഗ്രൂപ്പ്. C2V പോയിന്റ് ഗ്രൂപ്പിൽ ഏതൊക്കെ എലമെന്റ്സ് ഉണ്ട്? C2 സിഗ്മ XZ, സിഗ്മ YZ. അത് ഡെഫിനിറ്റ് ആണ്, അവിടെ ആ 4 സിമെട്രി എലമെന്റ്സേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഗ്രൂപ്പുകളെ വിളിക്കുന്ന പേരാണ് ഫൈനൈറ്റ് ഗ്രൂപ്പ്. ഇപ്പൊ ഇൻഫിനിറ്റ് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ ഗ്രൂപ്പ് ഇസ് നോട്ട് ഫൈനൈറ്റ്. അതായത് അവിടെ ലിമിറ്റഡ് നമ്പർ ഓഫ് എലമെന്റ്സ് അല്ല ഉള്ളത്. വി ഹാവ് നമ്പർ ഓഫ്
symmetry elements are there. And one of the example for infinity group is C infinity V. And this is the point group which is present in linear molecules which do not having center of symmetry. നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പം ഞാൻ പറഞ്ഞത് എന്താണ്, സി ഇൻഫിനിറ്റി വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ പോയിന്റ് ഗ്രൂപ്പ് ഫോർ ലീനിയർ മോളിക്യൂൾസ് വിച്ച് ഡു നോട്ട് ഹാവ് സെൻറ്റർ ഓഫ് സിമെട്രി. അപ്പോൾ അതിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഗ്രൂപ്പുകളെ വിളിക്കുന്ന പേരാണ് എന്ത്, ഇൻഫിനിറ്റ് ഗ്രൂപ്പ്. അടുത്തതാണ് അബേലിയൻ ഗ്രൂപ്പ്. അബേലിയൻ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ എന്താ, അതിന്റെ പ്രത്യേകത എന്താ നോക്കണം. ഓൾ ദ സിമെട്രി എലമെന്റ്സ് ആർ കമ്മ്യൂട്ട് വിത്ത് ഈച്ച് അതർ. എന്താ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, എ ഇൻറ്റു ബി ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു എ ഇസ് ഈക്വൽ ടു സി. അപ്പൊ ഒരു ഗ്രൂപ്പിലുള്ള എല്ലാ എലമെന്റ്സ് എന്ത് ചെയ്യണം, ഇറ്റ് ഷുഡ് കമ്മ്യൂട്ട് വിത്ത് ഈച്ച് അതർ. കമ്മ്യൂട്ടേറ്റീവ് ലോ അത് ഒബേ ചെയ്തിരിക്കണം. അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ വിളിക്കുന്ന പേരാണ് എന്ത്, അബേലിയൻ ഗ്രൂപ്പ്. എക്സാമ്പിൾ ആണ് എന്ത്, C2V പോയിന്റ് ഗ്രൂപ്പ്. ദെൻ ഇനി എന്താണ് നോൺ അബേലിയൻ ഗ്രൂപ്പ്. എന്താ നോൺ അബേലിയൻ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ഓൾ ദ സിമെട്രി എലമെന്റ്സ് ഡു നോട്ട് കമ്മ്യൂട്ട് വിത്ത് ഈച്ച് അതർ. അതായത് ഒരു ഗ്രൂപ്പിലുള്ള എല്ലാ സിമെട്രി എലമെന്റ്സും എന്ത് ചെയ്യണം എന്നില്ല, ദേ ഡു നോട്ട് കമ്മ്യൂട്ട് വിത്ത് ഈച്ച് അതർ. ആൻഡ് ദാറ്റ് കൈൻഡ് ഓഫ് ഗ്രൂപ്പ്സ് ആർ നോൺ ആസ് വാട്ട്, നോൺ അബേലിയൻ ഗ്രൂപ്പ്സ്. അപ്പം നിങ്ങൾ വിചാരിക്കും എല്ലാ എലമെന്റ്സും കമ്മ്യൂട്ട് ചെയ്യാതിരുന്നാലാണ് നോൺ അബേലിയൻ ഗ്രൂപ്പ് ഉണ്ടാവുക. അല്ല, ചിലപ്പോൾ ഒരു 3 എലമെന്റ്സ് ഉണ്ട്. അപ്പൊ അതിൽ ചിലപ്പോൾ 2 or 3 കോമ്പിനേഷൻസ് കമ്മ്യൂട്ട് ചെയ്തിരിക്കാം. ബട്ട് ഒരെണ്ണെങ്കിലും കമ്മ്യൂട്ട് ചെയ്യാതിരുന്നാൽ അതിന് നമുക്ക് എന്തായിട്ട് വിളിക്കാം, നോൺ അബേലിയൻ ഗ്രൂപ്പ് എന്ന് വിളിക്കാം. ഓക്കെ, അടുത്തതാണ് സൈക്ലിക് ഗ്രൂപ്പ്. സൈക്ലിക് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ദ ഗ്രൂപ്പ് ഇൻ വിച്ച് ഓൾ ദ എലമെന്റ്സ് ഓഫ് ദ ഗ്രൂപ്പ് ക്യാൻ ബി ജനറേറ്റഡ് ഫ്രം വൺ എലമെന്റ്. ഒറ്റ എലമെന്റിൽ നിന്നാണ് അതിലത്തെ ബാക്കി എല്ലാ എലമെന്റ്സ് ഉണ്ടാവുന്നത്. അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ C3 ഗ്രൂപ്പുകൾ, CN ഗ്രൂപ്പുകൾ. CN ഗ്രൂപ്പ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം, അവിടെ എൻഫോൾഡ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ മാത്രമാണ് ആ മോളിക്യൂളിലുള്ള സിമെട്രി എലമെന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ C3 ഗ്രൂപ്പ്, അവിടെ വേറൊറ്റ സിമെട്രി എലമെന്റ്സ് ഇല്ല. ആ കൂടെ ഉള്ളത് എന്താ, C3 ആക്സിസ് മാത്രമേ ഉള്ളൂ. അപ്പൊ C3 ആക്സിസിന് ജനറേറ്റ് ചെയ്യാവുന്ന ഓപ്പറേഷൻസ് ഏതൊക്കെയാണ്, C3(1) ഉണ്ട്, C3(2) ഉണ്ട്, C3(3) ഉണ്ട്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ്, C3 ഉണ്ട്, C3(2) ഉണ്ട്, E. അപ്പൊ ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്ത ഓപ്പറേഷൻസ് ഏതൊക്കെയാണ്, E ഉണ്ട്, C3(2) ഉണ്ട്, C3(1) ഉണ്ട്, അല്ലെങ്കിൽ C3 ഓപ്പറേഷൻ ഉണ്ട്. ആൻഡ് ഓൾ ദീസ് കമ്മ്യൂട്ട് വിത്ത് ഈച്ച് അതർ. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം എന്താണ്, ഇതിലെ എല്ലാ എലമെന്റ്സും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂട്ട് ചെയ്യും. കാരണം എന്താ, C3 × C3² എന്ന് പറഞ്ഞാൽ E ആണ്, അല്ലെങ്കിൽ C3(2) ഇസ് ഈക്വൽ ടു C3(2) തന്നെയാണ്. E × C3(2) എന്ന് പറഞ്ഞാൽ ഈ C3(2) ആണ്. E × C3 എന്ന് പറഞ്ഞാൽ C3 ആണ്, അല്ലെങ്കിൽ C3 × E എന്ന് പറഞ്ഞാൽ E ആണ്. Then mean all these elements commute with each other. So all CN groups are cyclic groups. ഇനി ഞാൻ പറഞ്ഞതിൽ എല്ലാ എലമെന്റ്സ് എന്താണ്, ഇത് കമ്മ്യൂട്ട് വിത്ത് ഈച്ച് അതർ. കമ്മ്യൂട്ട് ചെയ്യണ എല്ലാ എലമെന്റ്സും കമ്മ്യൂട്ട് ചെയ്യുന്ന ഗ്രൂപ്പുകളെ നമുക്ക് എന്തെന്ന് വിളിക്കാം, അബേലിയൻ ഗ്രൂപ്പ്. സോ വി ക്യാൻ സേ ദാറ്റ് ഓൾ ദ സൈക്ലിക് ഗ്രൂപ്പ്സ് ആർ ഇൻവാരിയബിളി അബേലിയൻ ഗ്രൂപ്പ്സ് ആണ്. സൈക്ലിക് ഗ്രൂപ്പ് ആണോ അതെന്ത് ഗ്രൂപ്പ് ആയിരിക്കും, അബേലിയൻ ഗ്രൂപ്പ് ആയിരിക്കും. ബട്ട് ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് ഓൾ ദ അബേലിയൻ ഗ്രൂപ്പ്സ് ആർ സൈക്ലിക് ഗ്രൂപ്പ്സ്. അബേലിയൻ ഗ്രൂപ്പുകൾ എല്ലാം സൈക്ലിക് ഗ്രൂപ്പ് ആവണം എന്നില്ല, പക്ഷെ സൈക്ലിക് ഗ്രൂപ്പുകൾ എല്ലാം ഡെഫിനറ്റ്ലി എന്തായിരിക്കും, അബേലിയൻ ഗ്രൂപ്പുകളായിരിക്കും. ഇനി എന്താ നോൺ സൈക്ലിക് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ, സൈക്ലിക് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ എന്താ, ഓൾ ദ എലമെന്റ്സ് ഓഫ് ദ ഗ്രൂപ്പ് ജനറേറ്റഡ് ഫ്രം വൺ എലമെന്റ്. അപ്പോൾ നോൺ സൈക്ലിക് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ എന്താ, ഓൾ ദ എലമെന്റ്സ് ഓഫ് ദ ഗ്രൂപ്പ് ഡു നോട്ട് ജനറേറ്റ് ഫ്രം ദ സിംഗിൾ എലമെന്റ്, ഇൻസ്റ്റെഡ് ഇറ്റ് ഈസ് ജനറേറ്റഡ് ഫ്രം ഡിഫറെന്റ് സിമെട്രി എലമെന്റ്. എക്സാമ്പിൾ നമ്മുടെ C2V ഗ്രൂപ്പ്, C3V ഗ്രൂപ്പ് ഒക്കെ എന്ത് ഗ്രൂപ്പുകൾക്ക് എക്സാമ്പിൾ ആണ്, നോൺ സൈക്ലിക് ഗ്രൂപ്പുകൾക്ക് എക്സാമ്പിൾ ആണ്. സോ ദിസ് അബൌട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് point groups, which are the finite group, infinite group, abelian group, non-abelian group, cyclic group and non-cyclic groups. Okay, then ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താണ് നമ്മൾ പോയിന്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു, എന്താ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു, എന്താ പോയിന്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു. then what are the different types of point groups എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞ എന്താണ്, നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഡെഫിനറ്റ് ആയിട്ടും അതിനൊരു പേര് കൊടുക്കണം അല്ലേ. ഇപ്പോൾ വാട്സപ്പിലായാലും നമ്മൾ കുറച്ച് പാർട്ടിസിപ്പൻസിനെ ആഡ് ചെയ്ത് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്താൽ നമ്മൾ എങ്ങനെയാണ് അതിനെ ഐഡന്റിഫൈ ചെയ്യുക, അതിനൊരു പേര് കൊടുക്കണം. പേര് കൊടുത്തിട്ടാണ് നമ്മൾ അതിനെ ഐഡന്റിഫൈ ചെയ്യുക. അപ്പം അതുപോലെ ഇവിടെ പോയിന്റ് ഗ്രൂപ്പിനെ നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും, പോയിന്റ് ഗ്രൂപ്പിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇത് ഷോൺഫ്ലൈസ് നൊട്ടേഷൻ. ഇപ്പം നമ്മൾ C2V, C3V, C ഇൻഫിനിറ്റി എന്നൊക്കെ പറഞ്ഞല്ലോ, ദാറ്റ് ഈസ് ആക്ച്വലി ഷോൺഫ്ലൈസ് നൊട്ടേഷൻ. അപ്പം എന്താണ് ഈ ഷോൺഫ്ലൈസ് നൊട്ടേഷൻ നോക്കാം. ഇൻ ഷോൺഫ്ലൈസ് നൊട്ടേഷൻ പോയിന്റ് ഗ്രൂപ്പ്സ് ആർ ഡിനോട്ടഡ് ബൈ എ ലെറ്റർ സിമ്പൽ വിത്ത് എ സബ്സ്ക്രിപ്റ്റ് അല്ലേ. നമ്മൾ നേരത്തെ കണ്ടല്ലോ, ഇപ്പോൾ എന്താ പറയാ,
നമ്മൾ സി അവിടെ എന്താണ്, അവിടെ ഒരു ലെറ്റർ നമ്മൾ യൂസ് ചെയ്തു, നമ്മൾ അത് കഴിഞ്ഞിട്ട് ഒരു സബ്സ്ക്രിപ്റ്റ് C2V. ദ സിംബൽസ് യൂസ്ഡ് ഇൻ ക്രിസ്റ്റലോഗ്രഫി മീൻ ദ ഫോളോയിങ്. ഇപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇതിന് C2V ആണോ C3V ആണോ D2 ആണോ എന്നൊക്കെ നമ്മൾ ഇത് എങ്ങനെ കൊടുക്കണേ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കാര്യം നോട്ട് ചെയ്യേണ്ടത് നോക്കാം. ദ ലെറ്റർ O ഇൻഡിക്കേറ്റ്. അപ്പൊ നമ്മളൊരു പോയിന്റ് ഗ്രൂപ്പിന് എപ്പോഴാണ് O എന്ന് പറയുന്നത് കൊടുക്കാൻ നോക്കാം. ദാറ്റ് ദ ഗ്രൂപ്പ് ഹാസ് ദ സിമെട്രി ഓഫ് എൻ ഒക്ടാഹെഡ്രൻ ഓർ എ ക്യൂബ് വിത്ത് OH or without O, improper rotation. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ ഒക്ടാഹിഡ്രൻ സിമെട്രി അല്ലെങ്കിൽ ക്യൂബിക് സിമെട്രി ഉള്ള മോളിക്യൂൾസിനാണ് നമ്മൾ എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുക, O എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുക. അതിന് നമ്മൾ OH എന്ന് പറഞ്ഞ് എപ്പോഴാണ്, അതായത് OH എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കണത് അവിടെ എന്തുണ്ടായിരിക്കും, വിത്ത് OH ഓർ വിത്തൗട്ട് O ഇംപ്രോപ്പർ ഓപ്പറേഷൻ. അതായത് OH എന്ന് പറഞ്ഞാൽ അവിടെ എന്തുണ്ടായിരിക്കും, ഇംപ്രോപ്പർ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഉണ്ടായിരിക്കും. ദെൻ O സിമെട്രി, അതായത് ഒക്ടാഹിഡ്രൻ ജോമെട്രി ആണ്, പക്ഷെ അവിടെ ഇംപ്രോപ്പർ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഇല്ലെങ്കിൽ നമ്മൾ O എന്ന് മാത്രമേ റെപ്രസെന്റ് ചെയ്യുള്ളൂ. ഓക്കെ, അടുത്തതാണ് ലെറ്റർ T. ഇനി എപ്പോഴാണ് T കൊടുക്കുക, T indicate the group has the symmetry of tetrahedron. Tetrahedron molecule. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ മീഥേൻ മോളിക്യൂൾ ടെട്രാഹീഡ്രൻ ആണ്. സോ TD include improper rotation. ഇപ്പോൾ TD കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം, ഇംപ്രോപ്പർ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഉണ്ടായിരിക്കണം. ദെൻ ടെട്രാഹീഡ്രൽ ജോമെട്രി ആണ്, പക്ഷെ ഇംപ്രോപ്പർ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, T എന്ന് മാത്രമേ കൊടുക്കുള്ളൂ. ആൻഡ് TH is T with addition of an inversion. കണ്ടോ, ഇവിടെ H നമ്മൾ എപ്പോഴാണ് കൊടുക്കുക, ടെട്രാഹീഡ്രൽ സിമെട്രി വിത്ത് ഇൻവേർഷൻ സെന്റർ. അപ്പൊ ഇതിൽ ഓരോന്നിലും വ്യത്യാസമുണ്ട്, നമ്മൾ നോക്കണം. അപ്പൊ ഒക്ടാഹീഡ്രൽ ജോമെട്രി വരുമ്പോൾ നമ്മൾ O എന്ന് റെപ്രസെന്റ് ചെയ്യും. അതിന് OH എന്ന് കൊടുക്കുകയാണെങ്കിൽ ഒക്ടാഹീഡ്രൽ ജോമെട്രി വിത്ത് ഇംപ്രോപ്പർ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഉണ്ടായിരിക്കണം. O എന്ന് മാത്രം റെപ്രസെന്റ് ചെയ്താൽ ഒക്ടാഹീഡ്രൽ ജോമെട്രി വിത്തൗട്ട് ഇംപ്രോപ്പർ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ദെൻ ടെട്രാഹീഡ്രൽ ജോമെട്രി ആണെങ്കിൽ TD കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജോമെട്രി വിത്ത് ഇംപ്രോപ്പർ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ദെൻ വിത്തൗട്ട് ഇംപ്രോപ്പർ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആണെങ്കിൽ T എന്ന് മാത്രമേ റെപ്രസെന്റ് ചെയ്യുള്ളൂ. ദെൻ എപ്പോഴാണ് TH, ഞാൻ ഇത് എടുത്ത് പറയാൻ കാരണം H എന്ന് കാണുമ്പോൾ ചിലപ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണെന്ന് തോന്നുന്നത്, അതുകൊണ്ടാണ് H നമ്മൾ കൊടുക്കുക. ടെട്രാഹീഡ്രൽ സിമെട്രി ഉള്ള മോളിക്യൂൾ TH നമ്മൾ കൊടുക്കുന്നത് എപ്പോഴാണ്, ഇഫ് ദർ ഇസ് എ സെന്റർ ഓഫ് സിമെട്രി. Okay, then the third rule, the letter I indicate that the group has the symmetry of ഇക്കോസാഹിഡ്രൻ. ഇക്കോസാഹിഡ്രൻ അല്ലെങ്കിൽ ഡോഡെക്കാഹിഡ്രൻ വരുമ്പോഴാണ് നമ്മൾ I എന്ന് റെപ്രസെന്റ് ചെയ്യുക. അതിൽ IH എന്ന് പറയുന്നത് വിത്ത് ഇംപ്രോപ്പർ ആക്സിസ് ഓഫ് റൊട്ടേഷനും, I എന്ന് മാത്രം കൊടുക്കുകയാണെങ്കിൽ വിത്തൗട്ട് ഇംപ്രോപ്പർ റൊട്ടേഷൻ ആയിരിക്കും. ഓക്കെ, അടുത്തത് ഇതൊക്കെ നമ്മൾ വളരെ റയർ ആയിട്ട് മാത്രം, അതായത് അതൊക്കെ എക്സെപ്ഷൻ കേസ് മോളിക്യൂളാണ്, നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതൊക്കെയാണ് ഇനി പറയാൻ പോണത്. CN, നമ്മൾ CN ഇൻഡിക്കേറ്റ് ദാറ്റ് ദ ഗ്രൂപ്പ് ഹാസ് എൻഫോൾഡ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അപ്പോൾ C2 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ആ മോളിക്യൂളിന് 2 ഫോൾഡ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഉണ്ട്. C5 എന്ന് വെച്ചാൽ അവിടെ എന്താ 5 ഫോൾഡ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഉണ്ട്. അപ്പം എന്താണ് CNH? CNH ഈസ് CN, അതായത് ദർ ഇസ് എ പ്രോപ്പർ ആക്സിസ് ഓഫ് റൊട്ടേഷൻ വിത്ത് എൻഫോൾഡ് with the addition of a mirror plane which is perpendicular to the axis of rotation. അതാണ് സിഗ്മ എച്ച് പ്ലെയിൻ ഉണ്ടായിരിക്കും. അപ്പൊ CNH എന്ന് വെച്ചാൽ എന്താ അർത്ഥം, അവിടെ എന്തുണ്ട്, CN ആക്സിസ് ഉണ്ട്, സിഗ്മ എച്ച് ഉണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും ബാക്കി എലമെന്റ്സ് ഇല്ലേ, ഉണ്ട്, പക്ഷെ ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്, ബാക്കി എല്ലാ എലമെന്റ്സും ഇതുമായി റിലേറ്റഡ് ആയിരിക്കും. ദെൻ അപ്പൊ ആ പോയിന്റ് ഗ്രൂപ്പിന് നമ്മൾ CNH പോയിന്റ് ഗ്രൂപ്പ് എന്നാണ് വിളിക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ C2H പോയിന്റ് ഗ്രൂപ്പ്, C2H പോയിന്റ് ഗ്രൂപ്പ്, അവിടെ എന്താണ്, അവിടെ 2 ഫോൾഡ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഉണ്ട് ആൻഡ് ദർ ഇസ് എ മിറർ പ്ലെയിൻ വിച്ച് ഇസ് പെർപെൻഡിക്കുലർ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് C2. ഓക്കെ, അപ്പൊ നമ്മുടെ CNV ഗ്രൂപ്പ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, ദർ ഇസ് എ CN എൻഫോൾഡ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഉണ്ട്. ദെൻ ഇൻ അഡീഷൻ ടു ദാറ്റ് ദർ ഇസ് എന്താണ് സിഗ്മ V പ്ലെയിൻ, അതായത് ദർ ഇസ് എ പ്ലെയിൻ വിച്ച് ഇസ് പാരലൽ അല്ലെങ്കിൽ വിച്ച് കണ്ടെയ്ൻ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അതിന് എക്സാമ്പിൾ ആണ് എന്ത്, നമ്മുടെ C2V മോളിക്യൂള്, വാട്ടർ മോളിക്യൂള് നിങ്ങൾ ഓർത്താൽ മതി. C2 എന്താണ്, അവിടെ ഒരു C2 ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഉണ്ട്, പിന്നെ എന്തുണ്ട്, ദർ ഇസ് സിഗ്മ V പ്ലെയിൻസും ഉണ്ടായിരിക്കും. സിഗ്മ V പ്ലെയിൻ എന്ന് വെച്ചാൽ എന്താണ്, പ്ലെയിൻ ഇൻക്ലൂഡിങ് പ്രിൻസിപ്പൽ ആക്സിസും. ഓക്കെ, അപ്പൊ അതാണ് CNH CNV എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി എന്താണ് SN എന്ന് വെച്ചാൽ എന്താ, SN ഡിനോട്ട് എ ഗ്രൂപ്പ് ദാറ്റ് കണ്ടെയ്ൻ ഓൺലി എൻഫോൾഡ് റൊട്ടേഷൻ റിഫ്ലക്ഷൻ ആക്സിസ്. അപ്പൊ അതായത് ദർ ആർ സർട്ടൻ മോളിക്യൂൾ വിച്ച് ഹാവിംഗ് S3 എന്നാണ് അതിന്റെ പോയിന്റ് ഗ്രൂപ്പിന്റെ പേര്. അതിന്റെ അർത്ഥം എന്താ, അവിടെ S3 മാത്രമേ ഉള്ളൂ. S3 എന്ന് വെച്ചാൽ എന്താണ്, 3 ഫോൾഡിൽ റൊട്ടേഷൻ നടത്തിയിട്ട് വി ആർ ഡൂയിങ് ദ റിഫ്ലക്ഷൻ ഇൻ എ പെർപെൻഡിക്കുലർ പ്ലെയിൻ. ഓക്കെ, ഇനി ചില ഗ്രൂപ്പുകൾക്ക് നമ്മൾ DN എന്ന് വിളിക്കും. DN indicate that the group has enfold rotation axis plus
two-fold axis perpendicular to that axis. എന്താണ് എന്നർത്ഥം എന്താ? അതായത് n-fold axis of rotation ഉണ്ട്. നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ C4 ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഉണ്ട്. അപ്പോൾ C4 ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഉണ്ട്. അത് കൂടാതെ എന്തും കൂടി ഉണ്ട്, അതിൻ്റെ കൂടെ രണ്ട് ടു ഫോൾഡ് ആക്സിസ്, അതായത് എന്തുണ്ട്, C2 ഫോർ എക്സാമ്പിൾ C4 ആക്സിസ് ഉണ്ട്, അതായിരിക്കും അതിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ്. ഇത് കൂടാതെ C2 ആക്സിസുകളും ഉണ്ട്. ആ C2 ആക്സിസ് എങ്ങനെയാണ്, വിച്ച് ഇസ് പെർപെൻഡിക്കുലർ ടു C4. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് വിളിക്കാം? അപ്പം അതിൻ്റെ പോയിന്റ് ഗ്രൂപ്പിനെ വിളിക്കേണ്ട പേരെന്തായിരിക്കും? D4. അപ്പോൾ D4 ആയിരിക്കണമെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഉണ്ടായിരിക്കണം, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ടു ഫോൾഡ് ആക്സിസ് ഓഫ് റൊട്ടേഷൻസ് ഉണ്ടായിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ DNH. ഓക്കെ, DNH എന്ന് വെച്ചാൽ എന്തായിരിക്കും? DN പ്ലെയിൻ ഉണ്ടായിരിക്കും, അതായത് മിറർ പ്ലെയിൻ. DN പ്ലെയിൻ എന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലായില്ല? അതായത് പ്രിൻസിപ്പൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് C2 ആക്സിസ് ഓഫ് റൊട്ടേഷൻസ് ഉണ്ടായിരിക്കണം. ദെൻ അത് കൂടാതെ അവിടെ ഒരു സിഗ്മ എച്ച് പ്ലെയിനും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന് വിളിക്കാം DNH എന്ന് വിളിക്കാം. എക്സാമ്പിൾ D2H, അതായത് അവിടെ പ്രിൻസിപ്പൽ ആക്സിസ് C2 ആണ്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വേറൊരു C2 ആക്സിസ് ഉണ്ട്, ഇത് കൂടാതെ ഒരു സിഗ്മ എച്ച് പ്ലെയിനും കൂടി ഉണ്ട്. ഓക്കെ, ദെൻ DNV എന്ന് വെച്ചാൽ എന്താ? DN പ്ലെയിൻ ഉണ്ടായിരിക്കും, കൂടാതെ ഒരു സിഗ്മ V പ്ലെയിൻ ഉണ്ടായിരിക്കും. ഇതൊക്കെ വളരെ റയർ ആയിട്ടുള്ളതാണ്. നമ്മളിനി ഓരോ മോളിക്യൂൾസ് നോക്കുമ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമ്മൾ ഷോൺഫ്ലൈസ് നൊട്ടേഷൻസ് കൊടുക്കുന്നത്. ഷോൺഫ്ലൈസ് നൊട്ടേഷൻ ഞാൻ പറഞ്ഞെന്താ? ഷോൺഫ്ലൈസ് നൊട്ടേഷന് വേണ്ടിയിട്ടാണ് ഇൻ ഓർഡർ ടു റെപ്രസെൻറ്റ് പോയിന്റ് ഗ്രൂപ്പ്സ്. ഓക്കെ, അപ്പോൾ പോയിന്റ് ഗ്രൂപ്പ്സ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത്? ഷോൺഫ്ലൈസ് നൊട്ടേഷൻസ് യൂസ് ചെയ്യണത്. ക്ലിയർ ആണല്ലോ. ഇനി പോയിന്റ് ഗ്രൂപ്പ്സ്, ഇനി അതിന്റെ കുറച്ച് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. അതിനുശേഷം എങ്ങനെയാണ് നമ്മളൊരു പോയിന്റ് ഗ്രൂപ്പ് ഒരു മോളിക്യൂളിന് കൊടുക്കണേ എന്നുള്ളതും കാണാം. സോ പോയിന്റ് ഗ്രൂപ്പ് C1, CS, CI ആർ റെഫേർഡ് ആസ് ലോ സിമെട്രി പോയിന്റ് ഗ്രൂപ്പ്. എന്ന് വെച്ചാൽ അതിൽ കാര്യമായ സിമെട്രി എലമെന്റ്സുകൾ ഇല്ല, അത് വളരെ കുറവുള്ളൂ. ഇപ്പോൾ C1 ആണെന്ന് വെച്ചാൽ എന്താ? C1 എന്ന് വെച്ചാൽ എന്താ? 360 ഡിഗ്രി റൊട്ടേഷൻ വിച്ച് ഇസ് ഈക്വലന്റ് ടു വാട്ട്? ഐഡന്റിറ്റി ഓപ്പറേഷൻ അല്ലേ? അതിൽ C1 ചില മോളിക്യൂൾസ് ഉണ്ടാവും, അതിൽ C1 മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഐഡന്റിറ്റി ഓപ്പറേഷൻ മാത്രമേ ഉള്ള ആൾക്കാരുണ്ട്. ദെൻ ചിലതിൽ CS എന്ന് പറയുന്ന ഓപ്പറേഷൻ മാത്രമേ ഉള്ളൂ, CS ഓപ്പറേഷൻ. ദെൻ ചിലതിൽ ചില പോയിന്റ് ഗ്രൂപ്പുകൾ CI എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അതിൽ I മാത്രമേ ഉള്ളൂ, അതായത് സെന്റർ ഓഫ് ഇൻവേർഷൻ മാത്രമേ സിമെട്രി എലമെന്റ്സ് ആയിട്ടുള്ള മോളിക്യൂൾസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്? പോയിന്റ് ഗ്രൂപ്പ്സ് ലൈക്ക് C1, CS, CI ആർ റെഫേർഡ് ടു ആസ് ലോ സിമെട്രി പോയിന്റ് ഗ്രൂപ്പ്. ഇതിന് എന്താണ്? CN പോയിന്റ് ഗ്രൂപ്പ് ഹാവ് CN ആക്സിസ്. നമുക്ക് മനസ്സിലായതാണ്, ആസ് ദ ഓൺലി സിമെട്രി എലമെന്റ്. അപ്പോൾ CN ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പോൾ C2 എന്ന് പറയുന്ന ഒരു പോയിന്റ് ഗ്രൂപ്പ് ഉണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം നിന്ന് അവിടെ ആകെ ഒരു C2 ആക്സിസ് മാത്രമേ ഉള്ളൂ, വേറെ ഒറ്റ സിമെട്രി എലമെന്റ് ഇല്ല, അലോങ് വിത്ത് ഈ എല്ലാത്തിലും ഉണ്ട് കേട്ടോ. ദെൻ CNH പോയിന്റ് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? CN ആക്സിസും ഉണ്ടായിരിക്കും, അവിടെ ഒരു സിഗ്മ എച്ച് പ്ലെയിൻ ഉണ്ടായിരിക്കും. കണ്ടെയ്ൻ 2n സിമെട്രി എലമെന്റ്സ്. So this is the number represent how many symmetry elements are present in that particular point group. അപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താ പറഞ്ഞത്? CNH പോയിന്റ് ഗ്രൂപ്പിൽ എത്ര സിമെട്രി എലമെന്റ്സ് ഉണ്ടായിരിക്കും? 2n സിമെട്രി എലമെന്റ്സ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു C2H പോയിന്റ് ഗ്രൂപ്പ് എടുക്കാം. C2H പോയിന്റ് ഗ്രൂപ്പിൽ എത്ര സിമെട്രി എലമെന്റ് ഉണ്ടായിരിക്കണം? കണക്ക് പ്രകാരമാണെന്നുണ്ടെങ്കിൽ ഇവിടെ n എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ എത്രയാണ്? 2 × 2 = 4 സിമെട്രി എലമെന്റ്സ് അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്കിത് പരിചയം ഉണ്ടാവില്ല, പക്ഷെ നമ്മൾ ഇത് മോളിക്യൂൾസ് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. പക്ഷെ ഇതിലുള്ള സിമെട്രി എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. സോ വി ഹാവ് C2, സിഗ്മ എച്ച് ആൻഡ് ഐഡന്റിറ്റി. അപ്പോൾ എത്ര സിമെട്രി എലമെന്റ്സ് ഉണ്ട്? 4 സിമെട്രി എലമെന്റ്സ് ഉണ്ട്. ഓക്കെ, ഇനി CNV പോയിന്റ് ഗ്രൂപ്പിൽ CN ആക്സിസും ഉണ്ടാവും, n നമ്പർ ഓഫ് സിഗ്മ V പ്ലെയിൻസും ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ എത്ര സിമെട്രി എലമെന്റ് ഉണ്ട്? വി ഹാവ് 2n സിമെട്രി എലമെന്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ നമ്മുടെ C2V പോയിന്റ് ഗ്രൂപ്പ്. ഏതൊക്കെയാണ് സിമെട്രി എലമെന്റ്സ്? E ഉണ്ട്, C2 ഉണ്ട്, സിഗ്മ ഉണ്ട്, സിഗ്മ ഡാഷ് ഉണ്ട്, സിഗ്മ XZ, സിഗ്മ YZ. അപ്പോൾ എത്ര ഉണ്ട്? 4. ഇവിടെ 2 ആണ് അല്ലേ? എന്നിന്റെ വാല്യൂ 2 ആണ്. അപ്പോൾ 2 × 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. 4 സിമെട്രി എലമെന്റ് ഉണ്ട്. കണ്ടോ? Then DN point group contains CN axis and n number of C2 axis which is perpendicular to it, and it also contain 2n symmetry element. ഇതിന് ഓരോ എക്സാമ്പിൾ എടുത്തിട്ട് നമ്മൾ എഴുതി നോക്കുമ്പോൾ നമുക്ക് അതിൽ അത്ര സിമെട്രി എലമെന്റുകൾ ഉണ്ടെന്നുള്ളത് മനസ്സിലാവും. അതുപോലെ തന്നെ DNH പോയിന്റ് ഗ്രൂപ്പ് കണ്ടെയ്ൻ സിഗ്മ എച്ച് ഉണ്ട്, DN ഗ്രൂപ്പ് ഉണ്ട്, ആൻഡ് ഇറ്റ് കണ്ടെയ്ൻ 4n സിമെട്രി എലമെന്റ്സ്. അപ്പോൾ DNH പോയിന്റ് ഗ്രൂപ്പ് കണ്ടെയ്ൻ 4
n സിമെട്രി എലമെന്റ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു D3H പോയിന്റ് ഗ്രൂപ്പ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ എത്ര സിമെട്രി എലമെന്റ് ഉണ്ടാവും? ഇത് എന്തിനാ പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി ലേറ്റർ ക്യാരക്ടർ ടേബിൾ ഒക്കെ എഴുതുമ്പോൾ നമുക്ക് എത്ര സിമെട്രി എലമെന്റ് ഉണ്ട് എന്നുള്ളതൊക്കെ എല്ലാത്തിനും ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ എത്ര സിമെട്രി എലമെന്റ് ഉണ്ടെന്ന് അറിയാം ഈ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്താൽ മതി. അപ്പോൾ എത്രയാണ്? 4 × 3. സോ വി ഹാവ് 12 സിമെട്രി എലമെന്റ്സ് ആണ് ഇത്. അപ്പം അതനുസരിച്ച് നമുക്കത് എഴുതിയാൽ മതി. ദെൻ DND പോയിന്റ് ഗ്രൂപ്പിലും അതുപോലെ തന്നെ എത്ര സിമെട്രി എലമെന്റ്സ് ഉണ്ട്? 4n സിമെട്രി എലമെന്റ് ഉണ്ട്. അതായത് 2D സിമെട്രി പോയിന്റ് ഗ്രൂപ്പ് ആണെങ്കിൽ എത്രയുണ്ട്? 2 × 4, ദാറ്റ് ഈസ് 8 സിമെട്രി എലമെന്റ്സ് ആണ്. So this is a simple method to find out the number of symmetry elements present in a point group. അപ്പോൾ ആ കൂടി രണ്ട് ഇക്വേഷനെ പഠിക്കാനുള്ള ഏതാണ്? ഒന്ന് 2n ഒന്ന് 4n. അപ്പോൾ 4n എവിടേക്കാണ് വരിക? DNHലും DNDയിലാണ് 4n വരിക. ബാക്കി എല്ലാത്തിലും 2n ആണ്. അത് ഓർത്ത് വെച്ചാൽ മതി. DNH പോയിന്റ് ഗ്രൂപ്പുകളും DND പോയിന്റ് ഗ്രൂപ്പുകളിലുമാണ് 4n number of symmetry elements are present. In all other symmetry point group we have 2n symmetry elements are present, and we have also have low symmetry point group, and this low symmetry point groups are C1, CS, Ci are known as what? Low symmetry point group. That means they contain a very low number of symmetry elements. So that's about the group, point group, and what are the important terms you have to remember in order to study the point group. So in the next section we study how to give the name, how we identify the point group of a particular molecule. So